ഇന്ത്യയിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ മാസ്റ്റർ ബ്രാൻഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് നമ്മുടെ എൽദോ ചേട്ടനാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫുൾ മാസ്റ്റർ ബ്രാൻഡ്. അത് തന്നെ നമുക്ക് ഈസി പിക്ക് ചെയർ എന്ന് പറയുന്നത് കിടന്നു പോകുന്ന രോഗികളെ ഈസി ആയിട്ട് നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോകാം, കുളിപ്പിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യത്തക്ക രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ ഈസി പിക്ക് ചെയർ എന്ന് പറയുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡിൽ ഇരുന്ന് പോണ ആൾക്കാർ, അതായത് നമുക്ക് രോഗികൾ 3-4 ആൾക്കാർ പിടിച്ചിട്ട് വേണം ഈ ആളുകളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, പുറത്തേട്ടൊന്ന് കൊണ്ടുപോകണം. അതിനൊക്കെ വലിയ പാടാണ് വേറെ ഒരു സീറ്റിലേക്ക് മാറ്റിയിരുത്തുക എന്ന് പറഞ്ഞാൽ. ഇത് ഒരാൾക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട്, ഈവൻ കൊച്ചു കുട്ടികൾക്ക് വരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ 2 പാർട്ടാണ്. ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് അകത്തിയതിന് ശേഷം ഇതിലേക്ക് ആളെ കയറ്റുവാണ്. അത് കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇത് വീട്ടിൽ വലിയ ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു, കൊച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഈ രോഗിനെ പെട്ടെന്നൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട വന്നാൽ പോലും സിമ്പിൾ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഇതേപോലെ ഇവിടെ കൊണ്ടു നിർത്തുന്നു. എന്നിട്ട് 2 സൈഡും ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് അകത്തി കൊടുക്കാവുന്നുള്ളൂ. കേട്ടോ, ഇതേപോലെ അകത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബെഡിന്റെ അടിയിലേക്ക് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റുവാണ് ചെയ്യണത്. കൊണ്ടുവന്ന് കയറ്റിയതിന് ശേഷം ഒരു സൈഡ് നമ്മൾ ആ രോഗിയുടെ പതുക്കെ പൊക്കി കൊടുത്ത് അതിലേക്ക് കയറ്റി ഇരുത്തി, അതിനുശേഷം അടുത്ത സൈഡ് നമ്മൾ പതുക്കെ പൊക്കി കൊടുത്ത് 2 സൈഡും കൂടി കയറ്റി നമ്മളിങ്ങനെ ചേർത്തിരുത്തിയതിന് ശേഷം നമ്മൾ പതുക്കെ പുറത്തേട്ട് വലിച്ചു നീക്കും. അല്പം ഒന്ന് പൊക്കി കൊടുക്കുക. പതുക്കെ ഉണ്ടോ, വളരെ സിമ്പിളായിട്ട് ആളെ പൊക്കാൻ പറ്റും. ഹൈഡ്രോളിക് സിസ്റ്റം വളരെ സിമ്പിളാണ്. പൊക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ലോക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. 2 സൈഡും കൂടി ചേർത്തായിട്ട് ഈ ലോക്കിനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഓൾറെഡി ആൾ ഇതിനകത്ത് സേഫ് ആണല്ലേ. 4 സൈഡും ഇതിന്റെ കവേഡാണ്. ഒരു സൈഡിലേക്ക് പാത്ത രീതിയിൽ 4 സൈഡും കവേഡായി വന്നേക്കണോണ്ട് ആൾക്ക് സുഖമായിട്ട് ചാരി സേഫ് ആയിട്ട് മറിഞ്ഞു പോവാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതേപോലെ പതുക്കെ കൊണ്ടുവന്നിട്ട് നേരെ നമ്മൾ ബാത്റൂമിൽ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട ബാത്റൂമിലുള്ള കാര്യങ്ങളാണ്. കക്കൂസി പോവുക, അതേപോലെ അവിടെ ഇരുത്തി കുളിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ആദ്യം ബാത്റൂമിലേക്കാണ് പോണത്. അപ്പൊ നമുക്കിനി ബാത്റൂമിലേക്കുള്ള വർക്ക് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ബാത്റൂമിൽ ആദ്യം നമ്മൾ ക്ലോസറ്റ് ഇട്ട് ഇതിങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ക്ലോസറ്റിലേക്ക് തള്ളിക്കൊണ്ട് വന്ന് ഇങ്ങനെ കയറ്റി ക്ലോസറ്റിലേക്ക് നേരെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇരുത്തിയതിന് ശേഷം ഹൈഡ്രോളിക് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുക. ഹൈഡ്രോളിക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഇതേപോലെ ക്ലോസറ്റിന്റെ അടിയിലേക്ക് വന്നങ്ങ് ഇരിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ഇരുന്നതിന് അതിന് വേണ്ടിയിട്ട് ഇതിന്റെ സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇരുന്ന് തന്നെ ക്ലോസറ്റിൽ പോവുക. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ വലിച്ചെടുത്ത് നേരെ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് സൈഡിലേക്ക് നീക്കി നിർത്തിയതിന് ശേഷം ഷവർ എടുത്ത് കുളിപ്പിക്കുക. അതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. ആളെങ്ങനെ ഇരുത്തിയതിന് ശേഷം ഷവർ എടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ബാത്റൂമിൽ വർക്കൊക്കെ തീർത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ആളെ വീണ്ടും നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടേ ഇരുത്തുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ പരിപാടി. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പൊ നമ്മൾ ഇത് ബാത്റൂമിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് വെള്ളം വീണാനുള്ള തുരുമ്പെടുക്കുക അങ്ങനെയുള്ള കുഴപ്പമില്ല ഉണ്ടാവും? അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം 304 സ്റ്റെയിൻലെസ് സ്റ്റീലും വെച്ചിട്ടാണ്. അലൂമിനിയത്തിൽ ഫുള്ളി വെൽഡ് ചെയ്തിട്ടും അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 304 വെൽഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ച് ഭാഗം മാത്രമേ ഒഴിവാക്കാൻ പാടാത്ത, വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇരുമ്പിന്റെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തുരുമ്പെടുക്കുന്ന വിഷയോ മറ്റുള്ള കാര്യങ്ങളും ഈ പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം വേണ്ട, തുരുമ്പെടുക്കില്ല 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ബാത്റൂമിലെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ നമുക്ക് ഈ ആളെ ഈ 4 ചുവരിന്റെ ഉള്ളിൽ പെട്ടുപോകാന്ന് പറഞ്ഞ രോഗികളെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. അപ്പൊ അവരെ നമുക്ക് ഇതേപോലെ സിറ്റ് ഔട്ടിലേക്കൊക്കെ ഒന്ന് ഇറക്കിയതിന് ശേഷം പുറത്തൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഒന്ന് കാണുക, പക്ഷികളെ കാണുക, പറവറ കാണുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ, അവരുടെ അസുഖത്തിന്റെ പകുതി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവർ മാനസികമായിട്ടൊക്കെ നല്ല എനർജി കിട്ടും അവർക്ക്. അപ്പൊ അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ കൊണ്ട് ഇരുത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ തള്ളി വീണ്ടും നമുക്ക് ബെഡിലേക്ക് കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ്. സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് തള്ളിക്കൊണ്ടുപോയി നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് പ്രായമുള്ള ആളുകൾ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും ആളുകളെ കിട്ടിക്കൊള്ളണമെന്നില്ല ഇവരെ ശുശ്രൂഷിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പഴയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ബെഡിൽ ഇരുത്തി കഴിയും. പഴയതുപോലെ നമ്മുടെ ലോക്ക് സിസ്റ്റം, ഇതിപ്പോൾ നമ്മൾ മിസ്മാച്ച് ആയിട്ട് ഇരുന്നാൽ പോലും ഈ ലോക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതേപോലെയുള്ള ചെയിൻ ലോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നേരെ വരേണ്ട കാര്യമില്ല, അല്ലാണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ഒരു സൈഡ് നമ്മൾ പതുക്കെ റിലീസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് പതുക്കെ സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത സൈഡ് നീക്കി കൊടുക്കുക. ആളെ പതുക്കെ വളരെ കൊച്ചു കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വലിയ ആളുകൾ ഇല്ലെങ്കിൽ പോലും കൊച്ചു കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം.
അപ്പോൾ വളരെ ഇതേപോലെയുള്ളതായ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നേരിട്ട് കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും മാറ്റങ്ങളാണ്. പല രോഗികളും പല രീതിയിലും പല വലിപ്പത്തിലും പല രോഗത്തിലും പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരേ രീതി ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവർ വന്ന് കണ്ട് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അവർക്ക് അവരുടേതായ രീതിയിൽ കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈഡ് ചെയ്ത് കൊടുക്കാം. കാരണം ബാത്റൂം പല രീതിയാണ്, ബെഡ്റൂമിന്റെ ഡോർ പല രീതിയാണ്. അപ്പോൾ ഏത് വലിപ്പം, അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ തീരെ ചെറുതായിട്ട് ചെയ്തപ്പോൾ ആൾ വലുതായി കയറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതി കൂടെയുള്ള നമ്മൾ ആ പറ്റുന്ന മാറ്റങ്ങൾ കരുതി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈസി പിക്ചർ നമ്മൾ കണ്ടു, എല്ലാം അടിപൊളി പക്ക സേഫ് ആയിട്ടാണ് മെയ്ഡൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പ്രൈസും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വിപണിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കമ്പനി എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 19 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ മാൻ പവർ അതേപോലെ മെറ്റീരിയൽ അനുസരിച്ച് വില മാറ്റം വരും. നമ്മളിപ്പോ ഒരു വില പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ആളുകൾ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ അവർ ചോദിക്കും, നിങ്ങൾ വീഡിയോയിൽ ഒരു പ്രൈസ് പറയുന്നു, ഇപ്പൊ നിങ്ങൾ എന്താണ് പ്രൈസ് മാറ്റി പറയുന്നത്? എപ്പോഴും ആളുകളായിട്ട് എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിൽ ആർഗ്യുമെന്റ്. അതുകൊണ്ട് നമ്മൾ പ്രൈസിന്റെ കാര്യം പറയുന്നില്ല. പിന്നെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പ്രൈസ് പോലാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അറിയണത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ അവർ നേരിട്ട് വരിക, വന്ന് കണ്ട് മനസ്സിലാക്കി ഓരോ രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് പറ്റുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അല്ല വരാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ അവരുടെ അളവ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. വിദേശ രാജ്യങ്ങളിലേക്ക് വേണമെങ്കിൽ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. കൊറിയർ നമുക്ക് അയച്ചു കൊടുക്കാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈസി പ്രോഡക്ട്സ് ആയിട്ട് കാണാം. താങ്ക് യു.